ഹേ ഹലോ, ദിസ് ഇസ് സാന്ദ്ര. അപ്പോൾ ഇന്നൊരു കൊറിയൻ വീക്കെൻഡ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം എൻ്റെ കൊറിയൻ വ്ളോഗ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ചാനലിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ആദ്യമേ ഇട്ട് തുടങ്ങുകയാണ്. സോ ഞങ്ങൾ പോയത് കോയെക്സ് മോളിലാണ്. നിങ്ങളെല്ലാവരും കൊറിയൻ റീൽസ് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു വലിയൊരു ലൈബ്രറി കാണാറില്ലേ? ആ ലൈബ്രറിയുടെ പേരാണ് സ്റ്റാർഫീൽഡ് ലൈബ്രറി. അപ്പോൾ ആ ലൈബ്രറി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി നമ്മളിങ്ങനെ തെരാപാര കുറച്ച് നടന്നു. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അവിടെ ഇപ്പോൾ മഴയൊക്കെ ഉള്ളൊരു ടൈമാണ്, അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടാണ് എപ്പോഴും ഇറങ്ങാറ്. പിന്നെ ഈ സ്റ്റാച്ചു ഇത് കണ്ടോ, രണ്ട് കൈ ഇങ്ങനെ ഉള്ളത്, എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മറ്റേ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒപ്പം ഗംനം സ്റ്റൈൽ, അതിലെ ഗംനം സ്റ്റൈൽ എന്ന് പറഞ്ഞ സ്റ്റാച്ചു ആണിത്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്നാൽ ഡാൻസ് ഒക്കെ കളിച്ചൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നോക്കുമ്പോൾ തൊട്ടടുത്ത് എന്തോ ഒരു ഇവന്റ് നടക്കുന്നു. അപ്പം നമ്മളത് കാണാനായിട്ട് പോയി. സൈഡിൽ ഫുൾ ഫുഡ് വെച്ചിട്ടുണ്ട്, കാർസ്, നല്ല ലക്ഷറി കാർസ് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം ടെൻറ്റിൽ പോയപ്പോൾ അവിടെ മ്യൂസിക്, ഒരാൾ പാടുന്നുണ്ട്, ഒരാൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളത് കണ്ടിരുന്നു അവിടെ. Come on, shake your body, baby, do the conga. It's alright. Let's go. എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് തിരഞ്ഞു പോയി. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് അവൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞങ്ങൾ ബാക്കി രണ്ടുപേരും അവിടുന്ന് കഴിച്ചില്ല. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കോസ്റ്റ്ലിയാണ്. ഒരു 28,000 വോൺ ഒക്കെ ഒരു മീലിന്, ഒരു ഫുഡിന് വരുന്നുണ്ട്. അതൊന്നും നമ്മൾ അവിടുന്ന് കഴിച്ചില്ല. ഞങ്ങളിങ്ങനെ നടന്നു, കുറച്ച് ആ മോളിൽ കൂടെ ഒക്കെ നടന്ന് അവിടെയുള്ള കാഴ്ചകളും കടകളും ബ്രാൻഡ്സൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നടന്നു. അപ്പോൾ നമ്മൾ എവിടെയോ KFC കണ്ടതായിട്ടൊരു ഓർമ്മ. ഓക്കെ, എന്നാൽ ആ KFC എവിടെ തെരഞ്ഞു പോയി. അങ്ങനെ KFC കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടുന്ന് ഒരു ചിക്കൻ ബ്രസ്റ്റാണ് കഴിച്ചത്. അത് അത്യാവശ്യം ഭയങ്കര അഫോർഡബിൾ റേറ്റ് തന്നെയായിരുന്നു. വലിയ ഓവർ പ്രൈസ്ഡ് നല്ലായിരുന്നു. ഒരു 2,400 വോണിന് നമുക്കത് കിട്ടി. അത് വെർത്തായിരുന്നു. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നു. ഓക്കെ, നമുക്ക് ജ്യൂസ് എവിടെന്നെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ GS25. അതുപോലെ ഇവിടെ കുറേ കൺവീനിയൻസ് സ്റ്റോർസ് ഉണ്ട്. അവിടെ നമുക്ക് ഈ 1+1 എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫേഴ്സ് ഇടും. അപ്പം നമുക്ക് ഒരു ജ്യൂസ് വാങ്ങി ഒരു ജ്യൂസ് ഫ്രീ കിട്ടും. അങ്ങനെ ഞങ്ങൾ 2 ജ്യൂസ് വാങ്ങി. പിന്നെ മെയിനായിട്ട് കാണണമെന്ന് വിചാരിച്ചത് സ്റ്റാർഫീൽഡ് ലൈബ്രറി ആണല്ലോ. അപ്പം അതെവിടെയും തിരഞ്ഞിട്ട് ഇങ്ങനെ പോയി ലാസ്റ്റ് അത് കണ്ടുപിടിച്ചു. എന്തൊരു രസമാണെന്നറിയോ അത് കാണാനായിട്ട്. ആ ലൈബ്രറി അത്രയും ബുക്സാണ് അതിലുള്ളത്. ഫുൾ ലൈറ്റൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഞാൻ അങ്ങനെ ബുക്ക് വായിക്കുന്ന ഒരാളല്ല. ഞാൻ ബുക്സ് അങ്ങനെ തീരെ വായിക്കാത്ത ഒരാളാണ്. ബട്ട് അത് കാണാൻ ആ ലൈബ്രറി എന്തൊരു രസമാണെന്നറിയോ. അത് കഴിഞ്ഞ് നേരെ ഡയസോയിലേക്ക് പോയി. ഡയസോ എന്ന് പറഞ്ഞത് നമുക്കെല്ലാം കിട്ടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലെ ഒരു സ്റ്റോർ. നമുക്കെല്ലാം വലിയ ഓവർ പ്രൈസ്ഡ് അല്ലാണ്ട് കിട്ടും ഇവിടെ. അപ്പോൾ ഇത് ഭയങ്കര വലിയ ഡയസോ ആണ്. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഡയസോ ഉണ്ട്, പക്ഷെ ചെറുതാണ്, വളരെ ചെറുതാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അത് എന്തൊരു വലുപ്പമാണ്. ഞങ്ങളിങ്ങനെ ഹായ് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ 3 ആളും. അങ്ങനെ ഡയസോൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് എന്തൊക്കെയോ വാങ്ങി. ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല, ഒരു നെയിൽ പോളിഷ് മാത്രമേ വാങ്ങിയുള്ളൂ. ഇത് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം മെട്രോ ഈ മോളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് സബ്വേയിലേക്കുള്ള വേ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ്ലി സബ്വേയിലേക്ക് ഇറങ്ങാം. അങ്ങനെ സബ്വേയിലേക്ക് ഇറങ്ങി. സബ്വേ നമ്മൾ നോക്കാൻ പഠിച്ചതൊക്കെ ഇന്നാണ് ഞങ്ങൾ നോക്കാൻ പഠിച്ചത്, മാപ്പൊക്കെ. അങ്ങനെ ഒറ്റയ്ക്ക് നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ എല്ലാം പഠിക്കന്നെ. അങ്ങനെ സബ്വേ ഒക്കെ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തെത്തി. പിന്നെ ഒന്ന് GS25 കയറിയിട്ട് ഒരു 1+1 ഒരു കോഫിയും കൂടെ വാങ്ങി. നല്ല കോഫിയായിരുന്നു. പിന്നെന്താ, ഇതാണ് സാറ്റർഡേ. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് മൂവിങ് ടു സൺഡേ ഈവനിങ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു കോസ്റ്റ്യൂം ചെറിയൊരു ചെക്കൊക്കെ ചെയ്ത്
നമ്മൾ ബസ് കയറി, പിന്നെ മെട്രോ കയറി, സബ്വേ കയറി നമ്മൾ ഹാൻ റിവറിലേക്ക്, നിങ്ങൾ സീരീസിലൊക്കെ നിറയെ കേട്ടിട്ടുള്ള ഹാൻ റിവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നെയിമായ ഹങ്ങാങ് റിവറിലേക്കാണ് പോയത്. അവിടെ ഡ്രോൺ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രോൺ ഷോ കാണാൻ എത്തിയ ജനങ്ങളാണ്. എത്രയാ നോക്കൂ, രാവിലെ തൊട്ടാ വന്നിരിക്കണെന്നൊക്കെയാ കേൾക്കണേ. അവരിങ്ങനെ വിരിച്ച് അവിടെ വന്ന് ഇരുന്ന് ഫുഡൊക്കെ കൊണ്ടുവരും. അത്രയും ജനങ്ങളാണ്. നമുക്ക് നിൽക്കാൻ തന്നെ സ്പേസ് കിട്ടണമെങ്കിൽ കുറച്ച് പാടാ. അപ്പോൾ അവിടെ ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതൊക്കെയാണ് ഡ്രോൺ ഷോയിൽ ഉണ്ടായിരുന്നത്. ഡ്രോൺ ഷോയ്ക്ക് ശേഷം പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ വഴി ഫുൾ ആൾക്കാരായിട്ട് നമുക്ക് നടക്കാനേ പറ്റാണ്ട് നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ലൈറ്റ്, ഫ്ലോറിൽ ലൈറ്റ് വെച്ചിട്ട് കുട്ടികളൊക്കെ എൻ്റെ മുകളിൽ കളിക്കുന്നത് കണ്ടു. പിന്നെ കുറച്ച് താഴെ നമ്മളിങ്ങനെ നടന്നപ്പോൾ ഹാൻഡ് റിവർ കണ്ടു. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അവിടെ ഒരു സീ ഉണ്ടായിരുന്നു. അപ്പം അതിന് കുറച്ച് ഫുഡ് ചിക്കനൊക്കെ വാങ്ങിയിട്ട്, ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങി നമ്മളവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അതേനെ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 തവണ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടന്നു. അപ്പോഴേക്ക് ടൈം ആയിട്ടുണ്ടായി. നമ്മൾ പതുക്കെ അവിടുന്ന് തിരിച്ച് റൂമിലോട്ട് പോരുകയാണ്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ആദ്യത്തെ കൊറിയയിലുള്ള വീക്കെൻഡ്. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ടിൽ ദെൻ ബൈ.